ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് PSC നടത്തിയ UP സ്കൂൾ ടീച്ചറിൻ്റെ മുൻകാല ചോദ്യപേപ്പറാണ്. PSCക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് മുൻകാല ചോദ്യപേപ്പറുകൾ തീർച്ചയായും ഉപകാരപ്പെടും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ട്രസ്റ്റിഷിപ്പ് എന്ന ആശയത്തിൻ്റെ പ്രധാന ഉള്ളടക്കങ്ങൾ ഏവ? ഒന്നാമത്തേത്, ഒരു ട്രസ്റ്റിക്ക് പൊതുജനങ്ങളല്ലാതെ വേറെ അനന്തരാവകാശികളില്ല. 2, കുറഞ്ഞ വേതനത്തിനും ഉയർന്ന വേതനത്തിനും പരിധിയില്ല. 3, സമൂഹത്തിൻ്റെ ആവശ്യമനുസരിച്ചാണ് ഉൽപ്പാദനത്തിൻ്റെ സ്വഭാവം നിശ്ചയിക്കുന്നത്. ഉത്തരം പ്രസ്താവനകൾ 1, 3 മാത്രമാണ് ശരി. ശരിയായി ചേരുംപടി ചേർത്തവ കണ്ടെത്തുക. ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തം, രമേശ് ചന്ദ്രദത്ത് സാമ്പത്തിക ശാസ്ത്രകാരൻ, ചാണക്യൻ മഗധ, അമർത്യ സെൻ നോബൽ സമ്മാനം. ഉത്തരം എല്ലാം ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1, BCE 2700 മുതൽ BCE 1500 വരെയാണ് ഹാരപ്പൻ സംസ്കാര കാലഘട്ടമായി കണക്കാക്കപ്പെടുന്നത്. 2, ആദ്യ ഉത്ഖനന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ദയാറാം സായ്നിയായിരുന്നു. 3, 1921 സർ ജോൺ മാർഷൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടറായിരുന്നു. ഉത്തരം പ്രസ്താവനകൾ 2, 3 മാത്രമാണ് ശരിയായത്. ഹാരപ്പ മെസോപ്പൊട്ടാമിയൻ സംസ്കാരങ്ങൾ തമ്മിൽ കച്ചവടം നടന്നതിനുള്ള തെളിവുകളാണ്: 1, മെസോപ്പൊട്ടാമിയൻ ലിഖിതങ്ങളിലെ മെഹ്ലൂഹ എന്ന പ്രദേശ പരാമർശം. 2, ഹാരപ്പയിൽ നിന്ന് ലഭിച്ച മെസോപ്പൊട്ടാമിയൻ മുദ്രകൾ. 3, വെങ്കലത്തിൽ തീർത്ത പായ്ക്കപ്പലിൻ്റെ രൂപങ്ങൾ കണ്ടെടുത്തത്. ഉത്തരം പ്രസ്താവന 3 ഒഴികെ 2 ശരിയാണ്. ചേരുംപടി ചേർത്തവ പരിശോധിക്കുക. 1, ക്യൂണിഫോം വിശുദ്ധ ലിഖിതം. 2, ഹൈറോഗ്ലിഫിക്സ് ശില്പവൈദഗ്ധ്യം. 3, സ്പിനക്സ് റോസ്റ്റേ. 4, സിഗുറാത്തുകൾ ആരാധനാലയം. ഉത്തരം 4 മാത്രമാണ് ശരി. പന്തിഭോജനം സംഘടിപ്പിച്ച് അവർണ സവർണ വ്യത്യാസത്തെ വെല്ലുവിളിച്ച ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താവ്. പന്തിഭോജനം സംഘടിപ്പിച്ച് അവർണ സവർണ വ്യത്യാസത്തെ വെല്ലുവിളിച്ച ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താവ്. വൈകുണ്ഠ സ്വാമികൾ. എൻ്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രമെന്തിന്, അച്ചുകൂടമെന്തിന് എന്ന നിലപാട് സ്വീകരിച്ച വ്യക്തി. എൻ്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രമെന്തിന്, അച്ചുകൂടമെന്തിന് എന്ന നിലപാട് സ്വീകരിച്ച വ്യക്തി. വക്കം അബ്ദുൾ ഖാദർ മൗലവി. ഗാന്ധിജി കൈസർ-എ-ഹിന്ദ് പദവി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തിരികെ നൽകാനിടയാക്കിയ സംഭവം. ഗാന്ധിജി കൈസർ-എ-ഹിന്ദ് പദവി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തിരികെ നൽകാനിടയാക്കിയ സംഭവം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ചേരുംപടി ചേർത്തവ പരിശോധിക്കുക. 1, സവർണജാഥ മന്നത്ത് പത്മനാഭൻ. 2, ദണ്ഡി യാത്ര C. കൃഷ്ണൻ നായർ. 3, ക്വിറ്റ് ഇന്ത്യ സമരം അരുണ അസഫ് അലി. 4, അലി സഹോദരന്മാരിലൊരാൾ മുഹമ്മദ് അലി ജിന്ന. ഉത്തരം 1, 2, 3 ശരിയായി ചേർത്തിരിക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏത്? വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ ഉപരോധിക്കുക. ഇന്ത്യ PSLV-C 51 ഉപയോഗിച്ച് വിക്ഷേപിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ ആമസോണിയ 1 ഏത് രാജ്യത്തിൻ്റേതാണ്? ഇന്ത്യ
PSLV-C 51 ഉപയോഗിച്ച് വിക്ഷേപിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ ആമസോണിയ 1 ഏത് രാജ്യത്തിൻ്റേതാണ്? ബ്രസീൽ. സൂര്യനേക്കാൾ ചൂട് കൂടിയ റേഡിയോ നക്ഷത്രങ്ങളുടെ അപൂർവ വിഭാഗത്തിൽപ്പെട്ട 8 നക്ഷത്രങ്ങളെ കണ്ടെത്തിയ പൂനെ ആസ്ഥാനമായുള്ള NCRAയിലെ സംഘത്തലവൻ. സൂര്യനേക്കാൾ ചൂട് കൂടിയ റേഡിയോ നക്ഷത്രങ്ങളുടെ അപൂർവ വിഭാഗത്തിൽപ്പെട്ട 8 നക്ഷത്രങ്ങളെ കണ്ടെത്തിയ പൂനെ ആസ്ഥാനമായുള്ള NCRAയിലെ സംഘത്തലവൻ. ബർണാലി ദാസ്. മഹാനദി കടന്നുപോകുന്ന സംസ്ഥാനങ്ങൾ. മഹാനദി കടന്നുപോകുന്ന സംസ്ഥാനങ്ങൾ: ഛത്തീസ്ഗഡ്, ഒറീസ. നവീന ശിലായുഗത്തിൻ്റെ സവിശേഷതയാണ്. നവീന ശിലായുഗത്തിൻ്റെ സവിശേഷതയാണ് മിനുസപ്പെടുത്തിയ ശിലായുധങ്ങൾ. ഇന്ത്യൻ ഭരണഘടനാ ദിനം നവംബർ 26 ഈ ദിവസം തിരഞ്ഞെടുക്കാനുള്ള കാരണം. ഇന്ത്യൻ ഭരണഘടനാ ദിനം നവംബർ 26 ഈ ദിവസം തിരഞ്ഞെടുക്കാനുള്ള കാരണം. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ച ദിവസം. പ്രാഥമിക വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശമായി അംഗീകരിച്ചത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? പ്രാഥമിക വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശമായി അംഗീകരിച്ചത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 86-ാം ഭരണഘടനാ ഭേദഗതി. ചരക്ക് സേവന നികുതി അഥവാ GST പ്രാബല്യത്തിൽ വന്നത്. ചരക്ക് സേവന നികുതി അഥവാ GST പ്രാബല്യത്തിൽ വന്നത് 2017 ജൂലൈ 1 മുതൽ. ഇന്ത്യയുടെ ആദ്യത്തെ സംയുക്ത സൈന്യ തലവൻ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആയിരുന്നു ജനറൽ ബിപിൻ റാവത്ത്. അദ്ദേഹം CDS ആയി ചുമതല ഏറ്റെടുത്തത്. ഇന്ത്യയുടെ ആദ്യത്തെ സംയുക്ത സൈന്യ തലവൻ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആയിരുന്നു ജനറൽ ബിപിൻ റാവത്ത്. അദ്ദേഹം CDS ആയി ചുമതല ഏറ്റെടുത്തത് 2020 ജനുവരി 1. പാരാലിമ്പിക്സിൽ സ്വർണം നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് അവനി ലെക്കാര. ഏത് മത്സര ഇനത്തിലാണ് ഇവർ സ്വർണം നേടിയത്? പാരാലിമ്പിക്സിൽ സ്വർണം നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് അവനി ലെക്കാര. ഏത് മത്സര ഇനത്തിലാണ് ഇവർ സ്വർണം നേടിയത്? 10 മീറ്റർ എയർ റൈഫിൾ സ്റ്റാൻഡിംഗ് SH-1. സുരക്ഷാ ഫ്യൂസിൻ്റെ പ്രധാന ഭാഗമായ ഫ്യൂസ് വയർ ഉണ്ടാക്കുന്ന ലോഹ സങ്കരത്തിൻ്റെ ഘടകമൂലകം ഇവയിൽ ഏതാണ്? സുരക്ഷാ ഫ്യൂസിൻ്റെ പ്രധാന ഭാഗമായ ഫ്യൂസ് വയർ ഉണ്ടാക്കുന്ന ലോഹ സങ്കരത്തിൻ്റെ ഘടകമൂലകം ഇവയിൽ ഏതാണ്? ടിൻ. തരംഗദൈർഘ്യം കൂടുതൽ ഉള്ള നിറം ഇവയിൽ ഏത്? തരംഗദൈർഘ്യം കൂടുതലുള്ള നിറം ഇവയിൽ ഏത്? ചുവപ്പ്. കാറ്റിൻ്റെ വേഗത അളക്കാൻ ഇവയിൽ ഏത് ഉപകരണമാണ് ഉപയോഗിക്കുന്നത്? കാറ്റിൻ്റെ വേഗത അളക്കാൻ ഇവയിൽ ഏത് ഉപകരണമാണ് ഉപയോഗിക്കുന്നത്? അനിമോമീറ്റർ. വൈദ്യുത കാന്തിക പ്രേരണം കണ്ടുപിടിച്ചത് ആരാണ്? വൈദ്യുത കാന്തിക പ്രേരണം കണ്ടുപിടിച്ചത് ആരാണ്? മൈക്കൽ ഫാരഡേ. സൗരയൂഥത്തിൽ ഏറ്റവും തിളക്കമുള്ള ഗ്രഹമേത്? സൗരയൂഥത്തിൽ ഏറ്റവും തിളക്കമുള്ള ഗ്രഹമേത്? ശുക്രൻ. ഹൈഡ്രോളിക് ബ്രേക്കുകൾ പ്രവർത്തിക്കുന്നതിൻ്റെ അടിസ്ഥാന തത്വം എന്താണ്? ഹൈഡ്രോളിക് ബ്രേക്കുകൾ പ്രവർത്തിക്കുന്നതിൻ്റെ അടിസ്ഥാന തത്വം എന്താണ്? പാസ്കൽ നിയമം. ഗ്രഹങ്ങളുടെ ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആരാണ്?
ഗ്രഹങ്ങളുടെ ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആരാണ്? കെപ്ലർ. 2 ലോഹ കഷ്ണങ്ങൾ ഒരു ലായനിയിൽ മുക്കിയപ്പോൾ അവയ്ക്ക് ഒരു പ്ലവക്ഷമ ബലമാണ് അനുഭവപ്പെടുന്നത് എങ്കിൽ അവയുടെ ഡാഷ് തുല്യമാണ്. 2 ലോഹ കഷ്ണങ്ങൾ ഒരു ലായനിയിൽ മുക്കിയപ്പോൾ അവയ്ക്ക് ഒരേ പ്ലവക്ഷമ ബലമാണ് അനുഭവപ്പെടുന്നതെങ്കിൽ അവയുടെ ഡാഷ് തുല്യമാണ്. വ്യാപ്തം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സദിശ അളവ് ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ സദിശ അളവ് ഏത്? ആക്കം. താഴെ പറയുന്നതിൽ സിങ്കിൻ്റെ അയിരല്ലാത്തത് ഏത്? താഴെ പറയുന്നതിൽ സിങ്കിൻ്റെ അയിരല്ലാത്തത് ഏത്? സിഡ്രൈറ്റ്. ലിൻഡെയിൻ അഥവാ 666 എന്നറിയപ്പെടുന്ന രാസവസ്തു. ലിൻഡെയിൻ അഥവാ 666 എന്നറിയപ്പെടുന്ന രാസവസ്തു. ബെൻസീൻ ഹെക്സാക്ലോറൈഡ്. സോഡിയം അമാൽഗം ഏത് വിഭാഗത്തിൽ പെടുന്നു? സോഡിയം അമാൽഗം ഏത് വിഭാഗത്തിൽ പെടുന്നു? ലായിനി. ആവർത്തന പട്ടിക ഉപയോഗിച്ചുകൊണ്ട് മഗ്നീഷ്യവും നൈട്രജനും തമ്മിൽ സംയോജിച്ചുണ്ടാകുന്ന സംയുക്തത്തിൻ്റെ രാസസൂത്രം പ്രവചിക്കുക. ആവർത്തന പട്ടിക ഉപയോഗിച്ചുകൊണ്ട് മഗ്നീഷ്യവും നൈട്രജനും തമ്മിൽ സംയോജിച്ചുണ്ടാകുന്ന സംയുക്തത്തിൻ്റെ രാസസൂത്രം പ്രവചിക്കുക. Mg3N2. താഴെ പറയുന്നവയിൽ ഏതാണ് ലൂയിസ് അമ്ലം? താഴെ പറയുന്നവയിൽ ഏതാണ് ലൂയിസ് അമ്ലം? BCl3. ചുവടെ ചേർത്തിരിക്കുന്ന ഏത് അവസ്ഥയിലാണ് ഒരു രാസപ്രവർത്തനം പുരോപ്രവർത്തന ദിശയിൽ നടക്കുന്നത്? ചുവടെ ചേർത്തിരിക്കുന്ന ഏത് അവസ്ഥയിലാണ് ഒരു രാസപ്രവർത്തനം പുരോപ്രവർത്തന ദിശയിൽ നടക്കുന്നത്? QC KC. സിങ്ക് സൾഫൈഡും ലെഡ് സൾഫൈഡും അടങ്ങിയ അയിരുകളുടെ സാന്ദ്രണ പ്രക്രിയയിൽ ഡിപ്രസൻ്റായി ഉപയോഗിക്കുന്ന രാസവസ്തു. സിങ്ക് സൾഫൈഡും ലെഡ് സൾഫൈഡും അടങ്ങിയ അയിരുകളുടെ സാന്ദ്രണ പ്രക്രിയയിൽ ഡിപ്രസൻ്റായി ഉപയോഗിക്കുന്ന രാസവസ്തു. സോഡിയം സയനൈഡ്. ലിഗോ രസതന്ത്രം എന്ന് വിശേഷിപ്പിക്കുന്ന ശാസ്ത്രശാഖ. ലിഗോ രസതന്ത്രം എന്ന് വിശേഷിപ്പിക്കുന്ന ശാസ്ത്രശാഖ. ക്ലിക്ക് രസതന്ത്രം. താഴെ പറയുന്നവയിൽ ഏത് ലോഹമാണ് ഓട്ടോമൊബൈൽ കാറ്റലറ്റിക് കൺവേർട്ടറിൽ ഉപയോഗിക്കുന്നത്? താഴെ പറയുന്നവയിൽ ഏത് ലോഹമാണ് ഓട്ടോമൊബൈൽ കാറ്റലറ്റിക് കൺവേർട്ടറിൽ ഉപയോഗിക്കുന്നത്? പലേഡിയം. മെനിഞ്ചൈറ്റിസ് ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? മെനിഞ്ചൈറ്റിസ് ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? തലച്ചോറ്. എന്താണ് ക്യൂണികൾച്ചർ? എന്താണ് ക്യൂണികൾച്ചർ? ശാസ്ത്രീയമായ മുയൽ വളർത്തൽ. കേൾവിക്ക് സഹായിക്കുന്ന ആന്തര കർണത്തിൻ്റെ ഭാഗം ഏത്? കേൾവിക്ക് സഹായിക്കുന്ന ആന്തര കർണത്തിൻ്റെ ഭാഗം ഏത്? കോക്ലിയ. കിങ്ഡം മൊണീറയുടെ സവിശേഷത എന്ത്? കിങ്ഡം മൊണീറയുടെ സവിശേഷത എന്ത്? ന്യൂക്ലിയസ് ഇല്ലാത്ത ഏക കോശജീവി. ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവായി കണക്കാക്കുന്നത് ആരെയാണ്? ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവായി കണക്കാക്കുന്നത് ആരെയാണ്? ഗ്രിഗർ ജൊഹാൻ മെൻഡൽ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കോശാംഗങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ ജോഡി ഏത്? റൈബസോം മാംസ്യനിർമ്മാണ കേന്ദ്രം. ലൈസോസോം കോശവിഭജനത്തിന് സഹായിക്കുന്നു. മൈറ്റോകോൺട്രിയോൺ കോശത്തിലെ ഊർജ നിർമ്മാണവും സംഭരണവും. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കോശത്തിനുള്ളിലെ പദാർത്ഥ സംവഹന പാത. ഉത്തരം
ലൈസോസോം കോശവിഭജനത്തിന് സഹായിക്കുന്നു. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന വിഖ്യാതമായ ശാസ്ത്ര പുസ്തകം രചിച്ചത് ആര്? എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന വിഖ്യാതമായ ശാസ്ത്ര പുസ്തകം രചിച്ചത് ആര്? സ്റ്റീഫൻ ഹോക്കിംഗ്. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യം ഏത്? മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യം ഏത്? ഗഗൻയാൻ. 0.897 ക്യൂബ് മൈനസ് 0.397 ക്യൂബ് ബൈ 0.897 ഇൻറ്റു 0.397 പ്ലസ് 0.397 ഇൻറ്റു 0.397 പ്ലസ് 0.897 ഇൻറ്റു 0.897 ഇതിനെ ലഘൂകരിച്ചാൽ കിട്ടുന്നത്. ഉത്തരം 1/3. കോളം 1-ൽ ദശാംശ സംഖ്യകളും കോളം 2-ൽ ഭിന്നസംഖ്യകളും നൽകിയിരിക്കുന്നു. ഇവയെ അനുയോജ്യമായ രീതിയിൽ ബന്ധിപ്പിച്ചാൽ കിട്ടുന്നത്. ഉത്തരം 1 8 2 10 3 5 4 7. 87,616 പനിനീർ ചെടികളെ വരിയിലും നിരയിലും തുല്യമാകത്തക്ക വിധത്തിൽ ക്രമീകരിച്ചാണ് പൂന്തോട്ടം ഒരുക്കിയിരിക്കുന്നത്. എങ്കിൽ ഒരു വരിയിൽ എത്ര പനിനീർ ചെടികൾ ഉണ്ടാകും? 87,616 പനിനീർ ചെടികളെ വരിയിലും നിരയിലും തുല്യമാകത്തക്ക വിധത്തിൽ ക്രമീകരിച്ചാണ് പൂന്തോട്ടം ഒരുക്കിയത്. എങ്കിൽ ഒരു വരിയിൽ എത്ര പനിനീർ ചെടികൾ ഉണ്ടാകും? 296. 5x + 6y = 8x + 5y = 8:9 ആണെങ്കിൽ x/y-യുടെ വില എത്രയാണ്? 5x + 6y = 8x + 5y = 8:9 ആണെങ്കിൽ x/y-യുടെ വില എത്രയാണ്? 14:19. ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? 3, 20, 55, 114, 203, 328, ഈ ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? ഉത്തരം 495.